എല്ലാവരും നമ്മളിന്ന് ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നുള്ളത്. അഥവാ ഇന്ത്യൻ നേവൽ അക്കാഡമിക്ക് 16 വയസ്സ് തൊട്ട് 19 വയസ്സ് തൊട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്താണ് നേവൽ അക്കാഡമി, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മളെ NDA, അതേപോലെ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ എയർഫോഴ്സ്, ഗ്രൂപ്പ് എക്സ് വൈക്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിരുന്നതിൽ അടിക്കൂടെ നമ്മൾ നമ്പർ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകളും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്തോ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം എന്താവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നേവൽ അക്കാഡമിയുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 14 ഓർക്കുക. ഓക്കെ, 16 മുതൽ 19 വയസ്സ് വരെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നേവൽ അക്കാഡമിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് നോക്കാം. ഇന്ത്യൻ നേവിയുടെ 10+2 ബിടെക് ആയിട്ട് എൻട്രി സ്കീമാണിത്. അതായത് 10ാം ക്ലാസ്സും +2 പാസ്സായ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിടെക് പഠിക്കാൻ വേണ്ടിയിട്ട് നേവൽ അക്കാഡമി ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന്റെ ഇന്ത്യൻ നേവിയാണ് ഇതിന്റെ ഓർഗനൈസേഷൻ വരുന്നത്. എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് അഡ്മിഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കണം. ജോബ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. അറിയാം, നമ്മുടെ ഡിഫൻസ് ഏരിയ ആണ്. അപ്പൊ എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് കേട്ടോ. അതേപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അഡ്വർടൈസ്മെന്റ് 02/2026 ബാച്ചിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ആകെ 44 വേക്കൻസികളാണ് ഉള്ളത്. കേട്ടല്ലോ, 44 വേക്കൻസി ആണ്, അത്ര കുറവൊന്നുമല്ല. എന്തായാലും അപ്ലൈ ചെയ്യാം കേട്ടോ. ജോബ് ലൊക്കേഷൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആവാം. ഓക്കെ, ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 30/6/2025 നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വാട്സ്ആപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു വാട്സ്ആപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാനലിന്റെ ലിങ്ക് എന്ത് ചെയ്യാം, ഞാൻ താഴെ കൊടുക്കുക. ആ ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ജോബ് നോട്ടിഫിക്കേഷനും ഇന്ത്യൻ ഡിഫൻസ് മാത്രമല്ല SSC പ്രൈവറ്റ് സെക്ടറിൽ വരുന്നതിന്റെ ജോബ് നോട്ടിഫിക്കേഷൻ നമ്മൾ ആ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചാനലിൽ മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അതേപോലെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 16/7/2025 ഇനി 2-3 ദിവസം കൂടി ഉള്ളൂ. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി ഇതിൽ വീഡിയോ ചെയ്യാൻ ഉദ്ദേശമല്ല, അതാണ് ഗ്രൂപ്പിൽ ഇട്ടത്. പക്ഷെ കുറെ പേര് എന്താണ് നേവൽ എൻട്രി എന്നുള്ള വെച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തത് കേട്ടോ. ഇന്ന് നോക്കിക്കോ, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വളരെ റിക്രൂട്ട് ചെയ്യുന്ന യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. 16 മുതൽ 19 പറഞ്ഞു. ഓക്കെ, ഇനി ഡൈനാമിക്, അതായത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ആവശ്യം. അൺമാരീഡ് മെൻ ആൻഡ് വുമൺ ആവശ്യമുണ്ട്. അത് കല്യാണം കഴിഞ്ഞൊരു വഴിക്ക് പോകേണ്ടത്. 19 വയസ്സിലൊക്കെ ആരും കല്യാണം കഴിക്കില്ല, അത് പോട്ടെ. ഇനി പെർമനന്റ് കമ്മീഷൻ ഇൻ എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചസിലേക്കാണ് വിളിക്കുന്നത്. 4 വർഷത്തെ ബിടെക് കോഴ്സാണ് ഇവിടെ ഈ എൻട്രിയിൽ വരുന്നത്. അതായത് 4 വർഷം നിങ്ങൾക്ക് ബിടെക് എവിടെ പഠിക്കാം, നേവൽ അക്കാഡമിയിൽ പഠിക്കാം. അതിനുശേഷം ലെഫ്റ്റനന്റ് പോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റനന്റ്. പെട്ടെന്ന് പെട്ടെന്ന് റാങ്ക് കൂടി പോകണമെങ്കിൽ ഇത് പോയി യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് ടെക്നിക്കൽ ഏരിയയിലാണ്. ഓക്കെ, അതും നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ച്, JEE പഠിച്ച്, എഞ്ചിനീയറിംഗ് പഠിച്ച് പിന്നെ ഒരു ജോബ് നോക്കുന്നതിനേക്കാൾ എത്ര ബെറ്റർ ആണ് എന്ത് ചെയ്ത് നേവൽ അക്കാഡമിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ എൻട്രി സ്കീം ഉണ്ട്, TES എന്ന് പറയും. ഇതൊക്കെ എഴുതിയിട്ട് നേരെ എവിടെ പ്ലേസ്ഡ് ആവുന്നത്, ഇന്ത്യൻ ആർമിയിൽ പ്ലേസ്ഡ് ആവും. മക്കളെ ഇത്രയ്ക്ക് നല്ല സാലറിയും ഇത്രയ്ക്ക് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബും വേറെ ഇല്ലാന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. ഇനി ഇന്ത്യൻ നേവൽ അക്കാഡമി അഥവാ INA ഏഴിമലയിലാണ് എന്ത് ചെയ്യുന്നത് ഈ കോഴ്സ് കാര്യങ്ങളൊക്കെ. ഇതെവിടെയുള്ള ഏഴിമല, നമ്മുടെ കേരളത്തിലാണ് ഓർക്കുക കേട്ടോ. ഇനി ബ്രാഞ്ചസ് ആൻഡ് വേക്കൻസി ഇവിടെ എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ച് ആണ് വിളിച്ചിരിക്കുന്നത്. 44 വേക്കൻസി. ഓക്കെ, 6 വേക്കൻസികളാണ് വുമൺ ഉള്ളത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി 2 ജൂലൈ 2006 1 ജനുവരി 2009 ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നത് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഒരു 70% മാർക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൽ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതേപോലെ 50% മാർക്ക് എന്ത് ചെയ്യണം, 10ലും +2ലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ സ്കോർ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഇനി എൻട്രൻസ് എക്സാം, ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം, JEE മെയിൻ അപ്പിയർ ചെയ്താൽ മതി. അതായത് JEE മെയിൻ അപ്പിയർ ചെയ്ത സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇതിൽ പോയാൽ മതി. നിങ്ങൾ വലിയ റാങ്ക് വാങ്ങി അങ്ങനെ ഒന്നും വേണ്ട. ഇത് കാണുന്ന +1 +2 സയൻസ് ബാച്ചിലെ പിള്ളേരെ ശ്രദ്ധിച്ചോളാം. നിങ്ങളുടെ ലക്ഷ്യം മാക്സിമം അവിടെ എഞ്ചിനീയറിംഗ് സ്വപ്നം കാണുന്ന പിള്ളേരാണെങ്കിൽ മാക്സിമം നിങ്ങൾ നേവൽ അക്കാഡമിയിലോ അല്ലെങ്കിൽ TES എൻട്രിക്ക് വേണ്ടി പഠിക്കുക. കംപ്ലീറ്റ് കോഴ്സ് +1 തൊട്ടിട്ട് TES അല്ലെങ്കിൽ നേവൽ അക്കാഡമിക്ക് ഞങ്ങൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. കുറച്ച് പഠിക്കാനുണ്ടാവും, കുഴപ്പമില്ല. +1 +2 എന്താണോ പഠിക്കുന്നത് അത് കുറച്ചും കൂടി ഒന്ന് മോഡുലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം കേട്ടോ. NDAക്കും അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിനൊക്കെ എയർഫോഴ്സിനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്ന 10, +1, +2 പിള്ളേർക്ക് നമ്മൾ 3 കാറ്റഗറിക്കും ഒരു ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് www.uports.org എന്ന വെബ്സൈറ്റ് കയറിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ പറ്റും കേട്ടോ. ഇനി ഷോർട്ട് ലിസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ഓൾ ഇന്ത്യ കോമൺ റാങ്ക് വെച്ചാണ്, CRL വെച്ചിട്ടാണ് എന്ത് ചെയ്ത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം
ഷോർട്ട് ലിസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ജെഇ മെയിൻ. അതായത് ഇതിന്റെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ജെഇ മെയിന്റെ സിആറിൽ വെച്ചിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ശേഷം SSBയുടെ ഇന്റർവ്യൂ ഉണ്ടാവും. ബാംഗ്ലൂര്, ഭോപ്പാല്, കൊൽക്കത്ത, വിശാഖപട്ടണത്തൊക്കെ വെച്ചിട്ട് എന്തുണ്ടാവും, നിങ്ങൾക്ക് SSBയുടെ ഇന്റർവ്യൂ ഉണ്ടാവും. സ്റ്റാഫ് സെലക്ഷൻ ബോർഡിന്റെ ഇന്റർവ്യൂ ഉണ്ടാവും കേട്ടോ. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ. SSBയുടെ പെർഫോമൻസ് അനുസരിച്ച്. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ CR മെയിൻസിൽ സ്കോർ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. ഇന്റർവ്യൂവിൽ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതേപോലെ നിങ്ങൾ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എല്ലാം അവിടെ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക കേട്ടോ. അപ്പോ അവിടെ ജെയ്ക്ക് ഇതിന് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ജെയ്ക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്തോളാം കേട്ടോ. ഇനി നമുക്ക് ട്രെയിനിങ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 4 വർഷത്തെ ബിടെക് ആണ് അവിടെ നിങ്ങൾ പഠിക്കാൻ പോണത്. സ്ട്രീംസ് നോക്കണം. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അവിടെ പഠിക്കാം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നോർമൽ അവിടെ അപ്ലൈഡ് ആണ്. ഓക്കെ. JNU ജവഹർലാൽ യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഫുള്ളി സ്പോൺസേർഡ് ബൈ ഇന്ത്യൻ നേവി, ഇൻക്ലൂഡ് യൂണിഫോംസ്, ബുക്സ് ആൻഡ് ഫ്രീ മെസ്സിംഗ് ഫെസിലിറ്റീസ് എല്ലാം. പോരാത്തതിന് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റൈപ്പൻഡും കിട്ടും കേട്ടോ. ആൻഡ് ഡിഫൻസ് നോർമൽസ് അനുസരിച്ചുള്ള പേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷുറൻസ് ആൻഡ് ഗ്രാജുവേറ്റ് ഉണ്ടാവും. അതേപോലെ പ്രൊമോഷനും കാര്യങ്ങളും അതിനനുസരിച്ച് ഇൻക്രിമെന്റ്, സാലറി ഇൻക്രിമെന്റ് എല്ലാം ഉണ്ടാവും ചുരുക്കം. ഓക്കെ. ഇനി www.joinindiannavy.in കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. www.joinindiannavy.gov.in താഴെ ലിങ്ക് കൊടുക്കുക, അതിൽ കയറി അപ്ലൈ ചെയ്താൽ മതി. 30 ജൂൺ മുതൽ 14 ജൂൺ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും 10ന്റെയും +2ന്റെയും സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോവുക. അതേപോലെ ജെഇയുടെ സ്കോർ കാർഡ് കൊണ്ടുപോവുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സ്കാൻഡ് ഡോക്യുമെന്റ് ഇൻ JPG ഫോർമാറ്റിൽ മാക്സിമം സ്കാൻ ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ. ഒരു അപ്ലിക്കേഷൻ മാത്രമേ ഒരാൾക്ക് പറ്റുള്ളൂ. അൺമാരിഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫാൾസ് ഡിക്ലറേഷൻ ലീഡ്സ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ. തെറ്റായിട്ടുള്ള മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റായിട്ടുള്ള ഒന്നും കൊടുക്കരുത് ചുരുക്കം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അഥവാ ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ കാര്യം അല്ലെ, INA. ഇവിടെ നിങ്ങൾക്ക് ഇനി റിട്ടൺ എക്സാം ഇല്ല. ജെഇയുടെ ഇതനുസരിച്ചാണ് നിങ്ങൾ നേരെ ഇന്റർവ്യൂലേക്ക് വിളിക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം മക്കളെ ഇതിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ സെലക്ഷൻ വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ്, സെറ്റ് ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വെച്ച് ഞങ്ങൾ അതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. താഴെ കമന്റ് ഇട്ടാൽ മാത്രം മതി. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ജെഇ അപ്ലൈ ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യാം, ഇതിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ജെഇക്ക് അപ്ലൈ ചെയ്ത എക്സാം അറ്റൻഡ് ചെയ്ത് എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, ഇതിന് അറ്റൻഡ് ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ. ഇനി ബാക്കി ഡീറ്റെയിൽസ് കുറെ വരുന്നുണ്ട്. ഓക്കെ. ഇന്നും നാളെയായിട്ട് കുറെ നോട്ടിഫിക്കേഷൻ വീഡിയോസ്, കുറെ റീലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതെന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമൊക്കെ എന്ത് ചെയ്യുക, കമന്റിലൊക്കെ കാണിച്ചാൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.